ബഹുപാർട്ടി രാഷ്ട്രീയം ജനാധിപത്യ സംവിധാനത്തിൻ്റെ കരുത്തായാണ് ലോകമെമ്പാടും കരുതിപ്പോരുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുമ്പോൾ തന്നെ ഭരണ നടത്തിപ്പിൽ വ്യത്യസ്തമായ ആശയങ്ങൾ വെച്ചു പുലർത്തുന്നവർ എന്നാണ് അർത്ഥം. അതിനാൽ ആശയതലത്തിലെ പോരാട്ടം ജനാധിപത്യ സംവിധാനത്തിൻ്റെ സൗന്ദര്യവുമാണ്. എന്നാൽ കേരളത്തിൽ ആശയതലത്തിലുള്ള പോരാട്ടത്തെ കായികമായി ഇല്ലാതാക്കുന്ന പ്രക്രിയയായി തരം താഴ്ത്തിയിരിക്കുകയാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ. ബി.ജെ.പിയും CPM-ഉമാണ് ഇക്കാര്യത്തിൽ മുമ്പന്മാർ. രാഷ്ട്രീയത്തിന്റെ പേരിലുള്ള അക്രമവും കൊലപാതകവും കണ്ണൂരിന്റെ മാത്രം പ്രത്യേകതയല്ലെന്ന് ബി.ജെ.പിയും CPM-ഉം വീണ്ടും തെളിയിക്കുകയാണ്. ഇക്കുറി അരങ്ങ് തലസ്ഥാനമായിരുന്നു. കോളേജുകളിൽ തുടങ്ങി കുടിമരം നശിപ്പിച്ച് ആക്രമണം വീടുകൾക്ക് നേരെയാക്കി കൊലപാതകത്തിലെത്തിച്ച് സമാധാനമേശയ്ക്ക് ചുറ്റും നേതാക്കളിരുന്ന് കൈകൊടുക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. ആര് എപ്പോൾ എവിടെ തുടങ്ങി എന്നൊക്കെയുള്ള അന്വേഷണങ്ങളും തർക്കങ്ങളും അപ്രസക്തമാക്കി ജനങ്ങളുടെ സ്വൈരം കെടുത്തുന്ന പരിപാടിയിൽ ആരാണ് മുമ്പൻ എന്ന് തെളിയിക്കാനുള്ള വ്യഗ്രതയിലാണ് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയും കേരളം ഭരിക്കുന്ന പാർട്ടിയും. മാർക്സിസ്റ്റ് പാർട്ടി ധരിച്ചിരുന്നത് കോൺഗ്രസ് നശിക്കുമ്പോൾ പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ പഴയ ബംഗാൾ പോലെ ആക്കാം എന്നുള്ള ധാരണയായിരുന്നു. ആ ധാരണയ്ക്ക് ബി.ജെ.പിയാണ് പ്രതിബന്ധം സൃഷ്ടിക്കുന്നത്, പ്രതിരോധം സൃഷ്ടിക്കുന്നത്. എല്ലാത്തിലുപരി മാർക്സിസ്റ്റ് കോട്ടകളിൽ ബി.ജെ.പി ശക്തമായ ജനാധിപത്യ രീതിയിലുള്ള ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായി ഇവിടെ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് വീരണകാവിൽ CPM-ൻ്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് അടിച്ചു തകർത്ത് പൂർണ്ണമായും. അവിടെ ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. CPM-ഉം BJP ആയിട്ട് എന്തോ ചെറിയ തർക്കം ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഒരു പ്രശ്നം ഉണ്ടാവാതെ BJP-ക്കാർ കയറി അടിച്ചു തകർത്തെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു പാർട്ടി ഓഫീസ് കയറി അടിച്ച് തകർക്കുന്നതിനോട് ഞാൻ യോജിപ്പില്ല. ആ പാർട്ടി ഓഫീസ് അടിച്ച് തകർക്കുന്നതിന് പറ്റുന്ന വിധത്തിലുള്ള പ്രശ്നം ഉണ്ടായിട്ടില്ല. ഒരു അക്രമം വരുന്ന സമയത്ത് ഞങ്ങൾ ഗാന്ധി ശിക്ഷ്യരൊന്നുമല്ല. ഞങ്ങൾക്ക് അവർ ഒരു കർണത്തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുത്ത് ഇരുകൈയും നീട്ടി അവരെ സ്വീകരിക്കുവാൻ. ഞങ്ങൾക്ക് ചില സമയത്ത് ചില പ്രത്യാക്രമങ്ങൾ ഉണ്ടാകേണ്ടി വരും. SFIയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്കാണ് അവർ ബോംബ് എറിഞ്ഞത്. ബോംബ് പൊട്ടിയില്ല, പക്ഷേ ബോംബ് എറിഞ്ഞു. അതുപോലെ തന്നെ മറ്റു പാർട്ടി ഓഫീസുകൾക്ക് നാശനഷ്ടം സംഭവിക്കുന്നു. എന്തു തന്നെയാലും വീടുകൾ ആക്രമിക്കപ്പെടുന്നതും പാർട്ടി ഓഫീസുകൾ തകർക്കപ്പെടുന്നതും അത് പ്രയാസമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഏത് സംഘടനയ്ക്കും സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അനുമതി വേണം. പക്ഷേ ചില സ്ഥാപനങ്ങളിൽ നടക്കുന്നില്ല. ഉദാഹരണം MG കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി കോളേജ്. അത് ആക്രമണത്തിലേക്ക് പോകുന്നത് പെട്ടെന്നാണ്. അതിന് കാരണം പുറത്തു നിന്നുള്ള അക്രമികൾ തങ്ങളുടെ അതാത് വിദ്യാർത്ഥി സംഘടനകളെ സഹായിക്കാൻ എത്തുന്നു. അവരടിയും പിടിയും വളരെ പെട്ടെന്ന് ആരംഭിക്കുന്നു. ഇതാണ് ഒരു കാരണം. ബി.ജെ.പിയുടെ ജനവിഭജന രാഷ്ട്രീയം അഖിലേന്ത്യാ തലത്തിൽ വിജയത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുമ്പോഴും കേരളത്തിൽ അവർക്ക് നാളിതുവരെ കാര്യമായ ഇടം കിട്ടിയിട്ടില്ല. ഇങ്ങനെ ഇടമില്ലാതിരിക്കെ അടുത്ത കാലത്തുണ്ടായ കോഴ വിവാദം അവരുടെ വിശ്വാസ്യതയ്ക്കും കാര്യമായ ഇടിവുണ്ടാക്കി. ഈ സന്ദർഭത്തിലാണ് അവരുടെ കെണിയിൽ കുടുങ്ങി സംഘർഷത്തെ കൊലപാതകത്തിലെത്തിച്ച് CPM സ്വയം കുഴിയിൽ ചാടിയത്. ജനാധിപത്യ സമ്പ്രദായത്തിലെ പ്രവർത്തന രീതികൾ ഇനിയും അവർ പഠിച്ചിട്ടില്ല എന്നുകൂടിയാണ് ഇത് തെളിയിക്കുന്നത്. എങ്ങനെയും കേരളം പിടിക്കുക എന്നതാണ് ബി.ജെ.പിയുടെ ലക്ഷ്യമെന്ന കാര്യം ഇനിയും CPM-ന് തിരിഞ്ഞിട്ടില്ല എന്നാണ് തലസ്ഥാനത്ത് നടന്ന സംഭവങ്ങൾ തെളിയിക്കുന്നത്. കേരളം പിടിക്കാനുള്ള ഓട്ടത്തിനിടയിൽ കോഴക്കുഴിയിൽ വീണുപോയ ബി.ജെ.പിയെ കൈകൊടുത്ത് എഴുന്നേൽപ്പിക്കുകയാണ് CPM ചെയ്തത്. RSS പ്രവർത്തകന്റെ കൊലപാതകത്തിലെ പ്രതികളെ വേഗത്തിൽ അറസ്റ്റ് ചെയ്തതൊക്കെ നല്ലത് തന്നെ. പക്ഷേ ഇത്തരം സാഹചര്യം ഇല്ലാതാക്കുന്നതിനുള്ള രാഷ്ട്രീയ വിവേകമാണ് ആദ്യമുണ്ടാകേണ്ടത്. മെഡിക്കൽ കോളേജ് വിവാദം, കോഴ വിവാദം കത്തി നിന്നപ്പോഴാണ് ഈ സംഘർഷം വളർന്നു വരുന്നത്. BJP-ക്കാരൻ തന്നെ ഒരാൾ കൊല്ലപ്പെട്ടപ്പോൾ ആ സംഘർഷം ജനങ്ങളുടെ ചിന്ത അവർക്ക് അനുകൂലമായിട്ട് മാറുന്ന ഒരു സാഹചര്യമുണ്ടായി. പെട്ടെന്ന് ഗവൺമെൻറ് പ്രതിക്കൂട്ടിലായി, CPM പ്രതിക്കൂട്ടിലായി. CPM തിരിച്ചടിച്ചത് ആ പ്രതികളെ രായ്ക്ക് പിടികൂടിക്കൊണ്ടാണ്, പോലീസിനെ കൊണ്ട്. ഒരു BJP-യുടെ സംസ്ഥാന നേതാവ് പോലും കോടിയേരി ബാലകൃഷ്ണൻ്റെ വീട് കയറി ആക്രമിച്ച് തെറ്റായിപ്പോയി എന്നുള്ളവരും പറഞ്ഞില്ലല്ലോ. അപ്പോൾ ആരാ ഇതിൽ ഒരു ജനാധിപത്യ ധ്വംസനം നടത്തുന്നത്? അപ്പോൾ എന്തുമാവാം എന്നുള്ള ഒന്ന്. കുമ്മനം രാജശേഖരന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയുള്ള പാരമ്പര്യമില്ല.
വർഗീയ കലാപം ഉണ്ടാക്കിയുള്ള പാരമ്പര്യം മാത്രമേ ഉള്ളൂ. തിരുവനന്തപുരം ജില്ലയിലെ CPM-ൻ്റെ പ്രവർത്തനത്തിന് ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്നത് P. ജയരാജനും MV ജയരാജനും കാരായി രാജനുമാണ്. അവരെ ഈ തിരുവനന്തപുരത്തിൻ്റെ ദൗർഭാഗ്യത്തിന് കണ്ണൂരിൽ കയറാൻ പാടില്ല എന്നൊരു ഹൈക്കോടതിയുടെ വിധി വന്നതിന് ശേഷം ഈ ഗുണ്ടാ നേതാക്കന്മാർ തിരുവനന്തപുരത്ത് കേവലം ക്യാമ്പസ് പ്രശ്നമായി മാത്രം ഞങ്ങൾ കാണുന്നില്ല. കാരണം MG കോളേജിലെ പ്രശ്നം ഒരു വിഷയമാണ്. അതിനുമപ്പുറം BJP ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ്. ഇതിനിടെ കുളം കലക്കി മീൻ പിടിക്കാൻ കേന്ദ്രം ഗവർണറെ ഉപയോഗിച്ച് കളിച്ച കളിയെ പ്രതിരോധിക്കുന്നതിന് വേണ്ട ധിഷണാശക്തി പ്രകടിപ്പിക്കുന്നതിലും CPM നേതൃത്വം തികഞ്ഞ പരാജയമായി. സംഭവം നടന്ന് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അവർക്ക് നാടകത്തിൻ്റെ പൊരുൾ തിരിഞ്ഞത്. ഇതിനിടയിലാണ് ഗവർണറുടെ ഇടപെടൽ. കേരളത്തിലെ ഓരോ വ്യക്തിയുടെയും സ്വത്തും ജീവനും സംരക്ഷിക്കാൻ ബാധ്യതയുള്ളവരാണ് സർക്കാരും ഭരണഘടനാപരമായി അതിൻ്റെ തലവനായ ഗവർണറും. പക്ഷേ BJP-ക്കാർ മരിച്ചാൽ മാത്രമേ അദ്ദേഹം കാര്യങ്ങൾ അറിയാൻ മുഖ്യമന്ത്രിയെ വിളിച്ചു വരുത്തുകയുള്ളൂ. ഇത് ജനാധിപത്യ വിരുദ്ധമായ ഇടപെടലാണെന്നും അതിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്താണെന്നും അത്തരം സന്ദർഭങ്ങളിൽ എങ്ങനെ ജനങ്ങളെ ഉണർത്തണമെന്നും വെട്ടാനും കൊല്ലാനും സാമർഥ്യം കാണിക്കുന്നവർ തിരിച്ചറിഞ്ഞു എന്നതിന് ഇതുവരെ തെളിവുകളൊന്നുമില്ല. ഗവർണർ കാര്യം അന്വേഷിച്ചു, മുഖ്യമന്ത്രി അത് പറഞ്ഞു എന്നുള്ളതൊരു വസ്തുതയാണെങ്കിലും ഒരു സ്റ്റേറ്റിലെ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ വരുന്നു എന്നുള്ളതാണ്. ഇത് BJP-യുടെ നേതൃത്വത്തിൽ ഒരു ഫാസിസ്റ്റ് ആക്രമണം എന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ ചെറുക്കുമോ എന്നുള്ളതായിരിക്കും സംശയം. അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അത്തരമൊരു സമീപനം വന്നാൽ എതിർക്കുകയും ജനാധിപത്യ പ്രക്രിയയിൽ ജനാധിപത്യം സംരക്ഷിക്കാൻ നിൽക്കുകയും ചെയ്യും കേരളം, സംശയമില്ല. രാഷ്ട്രീയമായിട്ട് BJP-ക്ക് ഇവിടെ കണ്ണുണ്ട്. അമിത് ഷാ കേരളത്തിൽ വന്നിട്ട് തിരുവനന്തപുരത്ത് പ്രത്യേകമായിട്ട് 3 ദിവസം താമസിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട 2019 തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് പോകാൻ BJP-ക്കാരുണ്ടാവണം, BJP മുന്നണിക്കാരുണ്ടാവണം എന്ന് തന്നെയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം തന്നെയാണ് തിരുവനന്തപുരം. അതുകൊണ്ട് BJP ഇവിടെ ശ്രദ്ധ വയ്ക്കുന്നു. സമാധാന ചർച്ചകളിൽ കൈകൊടുത്ത് പിരിഞ്ഞവർ അവിടെ തമ്മിൽ പറഞ്ഞതിലും പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞതിലും വിശ്വാസമർപ്പിച്ചിരിക്കുകയാണ് കേരളത്തിലെ സാധാരണ മനുഷ്യർ. അവരുടെ ഈ വിശ്വാസത്തിന് എത്ര കാലത്തെ ആയുസ് ഉണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണാം. ഈ ഏറ്റവും പ്രാഥമികമായി ചെയ്യേണ്ട കാര്യം ചെയ്യാതെ കോടതിയിൽ പോയതുകൊണ്ടാണ് വാസ്തവത്തിൽ സംസ്ഥാന സർക്കാർ പല കേസുകളിലും തോൽവി സംഭവിച്ചത്. ഒരു ഇടവേളയ്ക്ക് ശേഷം കോവളം കൊട്ടാരം വീണ്ടും വാർത്തയിലേക്ക് തിരിച്ചു വന്നു. സംസ്ഥാനത്തിൻ്റെ സ്വത്ത് ഒരു മുതലാളിയുടെ കയ്യിൽ എത്തിക്കുന്നതിന് ഭരണക്കാർ നടത്തിയ ഒത്തുകളിയുടെ കഥ കൂടിയാണ് ഇപ്പോഴത്തെ വാർത്തകൾ. കോടതികളിൽ തോറ്റുകൊടുത്തും ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാതിരുന്നും കോവളം കൊട്ടാരത്തെ രവിപിള്ള ഗ്രൂപ്പിൻ്റെ കൈകളിൽ എത്തിച്ചിരിക്കുകയാണ് നമ്മുടെ അധികാരികൾ. സർക്കാരിൻ്റെ സ്വത്ത് ഇഷ്ടക്കാരായ സ്വകാര്യ മുതലാളിമാർക്ക് കൈമാറുന്നത് ഭരണക്കാർക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇതിൽ കേന്ദ്രമെന്നോ സംസ്ഥാനമെന്നോ BJP എന്നോ കോൺഗ്രസ് എന്നോ ഇടതുപക്ഷമെന്നോ ഒക്കെയുള്ള വ്യത്യാസങ്ങൾ തടസ്സമാകുന്നില്ല. കോവളം കൊട്ടാരം രവിപിള്ള ഗ്രൂപ്പിന് കൈമാറിയ പിണറായി സർക്കാരിൻ്റെ നടപടിയും ഇത്തരത്തിലൊന്നാണ്. കോടതി വിധികൾ ഇത്തരം സന്ദർഭങ്ങളിൽ ഭരണക്കാർക്ക് ന്യായീകരണത്തിനുള്ള വക മാത്രമാണ്. കോവളം കൊട്ടാരത്തിൻ്റെ കാര്യത്തിലും ഇതുതന്നെയാണ് നടന്നത്. തീർച്ചയായിട്ടും ഓണർഷിപ്പ് സ്റ്റേറ്റിൻ്റെ കൈവശം ഇരിക്കുമ്പോൾ അത് ഒരാൾക്ക് പാട്ടത്തിന് അല്ലെങ്കിൽ വാടകയ്ക്ക് നൽകിയേ മതിയാകൂ എന്ന് പറയാൻ ഒരു കോടതിയും തയ്യാറാകും എന്ന് തോന്നുന്നില്ല. അപ്പോൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു സിവിൽ കേസ് കൊടുക്കുകയായിരുന്നു സ്റ്റേറ്റ് ചെയ്യേണ്ടിയിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതായിരുന്നു AGയുടെ അഭിപ്രായവും. 23/5/2000 തിരുവനന്തപുരം ജില്ലാ കളക്ടർ ഇറക്കിയ ഒരു പ്രൊസീഡിങ്സ് വഴി താലൂക്ക് ഓഫീസറോട്, തഹസിൽദാരോട് ഈ പ്രോപ്പർട്ടി മുഴുവനായി ITDCയുടെ പേരിൽ കൂട്ടാൻ വേണ്ടി, പ്രോപ്പർട്ടി പേരിൽ കൂട്ടി കൊടുക്കാൻ വേണ്ടി നിർദ്ദേശം നൽകുന്നു. ആ നിർദ്ദേശം അന്നത്തെ സംസ്ഥാന സർക്കാർ അറിഞ്ഞിട്ടില്ല. ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ഭൂമിയാണ്, അത് മറ്റൊരാളുടെ പേരിൽ കൂട്ടി കൊടുക്കാനുള്ള അവകാശം ഒരു കളക്ടർക്കില്ല. ഇനി ലാൻഡ് അസൈൻമെൻറ്റ് ആക്ടിൽ അധികാരമുണ്ടെന്ന് പറഞ്ഞാൽ പോലും 4 ഏക്കറിൽ കൂടുതൽ സർക്കാർ ഭൂമി ആർക്കും പതിച്ചു കൊടുക്കാനുള്ള അവകാശം ഒരു ജില്ലാ കളക്ടർമാർക്കും ഇല്ല. അപ്പോൾ ഈ 66 ഏക്കറോളം വരുന്ന ഭൂമി ITDCക്ക് ഹാൻഡ് ഓവർ ചെയ്തതിൽ
അവർക്ക് പേരിൽ കൂട്ടിക്കൊടുത്ത നടപടി ഒരു തരത്തിലും നിയമസാധുതയുള്ള സംഗതിയല്ല. ഈ പേരിൽ കൂട്ടിയ നടപടി ക്യാൻസൽ ചെയ്യണമെന്ന് VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് നിർദ്ദേശം വരികയും അത് ക്യാൻസൽ ചെയ്യാൻ അന്നത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന നിവേദിത P. ഹരൻ സർക്കാരിൽ തീരുമാനമെടുക്കുകയും ചെയ്തതാണ്. അത് നാളിതുവരെയായി നടപ്പായിട്ടില്ല. ഇതെല്ലാം പൊസഷൻ്റെ കൈമാറ്റം മാത്രമേ ഉള്ളൂ. പൊസഷൻ എന്ന് പറയുമ്പോൾ കൈവശം വയ്ക്കുന്നതിനുള്ള അവകാശമാണ് മാറിയിട്ടുള്ളത്. ഉടമസ്ഥത മാറിയിട്ടില്ല. ഉടമസ്ഥത മാറണമെങ്കിൽ അതിന് വസ്തു അസൈൻ ചെയ്യുകയോ പട്ടയം കൊടുക്കുകയോ അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് അതിനുള്ള വിധി വരികയോ ചെയ്യുമ്പോൾ മാത്രമേ ഉടമസ്ഥാവകാശം മാറാനൊക്കൂ. CPI ഇതിലെല്ലാ സമയവും എടുത്തിട്ടുള്ള നിലപാട് അതാണ്. കോവളം കൊട്ടാരം ആദ്യം വിറ്റത് കേന്ദ്ര സർക്കാരാണ്. കൊട്ടാരം കൈവശം വെച്ചിരുന്ന ITDC കൊട്ടാരമടക്കം സ്വന്തമാണെന്ന വാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വന്തം ഹോട്ടലിനൊപ്പം ഈ കൊട്ടാരവും വിറ്റത്. അന്നു മുതൽ ഇതിന്റെ ഉടമസ്ഥതാവകാശം സംബന്ധിച്ച തർക്കവും തുടങ്ങി. കൊട്ടാരം സംസ്ഥാനത്തിൻ്റെതാക്കാൻ VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ നിരവധി സമരങ്ങളും അരങ്ങേറി. അന്ന് പാർട്ടിയും അദ്ദേഹത്തിന്റെ ഒപ്പം കൂടി. പക്ഷേ കോടതികളിൽ നടന്ന കേസുകളിലെല്ലാം സർക്കാർ തോറ്റു. ഇപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോഴും സർക്കാർ മുതലാളിക്കൊപ്പം തന്നെ. മാറി മാറി വരുന്ന സർക്കാരുകൾ ഈ ITDCക്ക് സംസ്ഥാന സർക്കാരിൻ്റെ പേരിലുള്ള ഭൂമി പേരിൽ കൂട്ടിക്കൊടുത്ത തീരുമാനം, അത് കൊടുക്കാൻ നിർദ്ദേശിച്ച കളക്ടറുടെ തീരുമാനം റദ്ദാക്കാതെയാണ് നാളിതുവരെ കേസുകൾ നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഏറ്റവും പ്രാഥമികമായി ചെയ്യേണ്ട കാര്യം ചെയ്യാതെ കോടതിയിൽ പോയതുകൊണ്ടാണ് വാസ്തവത്തിൽ സംസ്ഥാന സർക്കാർ പല കേസുകളിലും പല കോടതികളിലും തോൽവി സംഭവിച്ചത്. മുതലാളിമാരെന്ന് പറഞ്ഞ ഒരു കൂട്ടരങ്ങ് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. ഇവിടെ മുതലിറക്കാൻ വരുന്നതൊക്കെ സ്വകാര്യ കമ്പനിക്കാർ വരാറുണ്ടല്ലോ. അപ്പോൾ അവരെയൊക്കെ മുതലാളിമാരെന്ന് പറഞ്ഞ് മാറ്റുന്നതൊക്കെ പഴയ ശൈലിയാണ്. അത് കാലമൊക്കെ മാറി. അപ്പോൾ ഇത് കുറേ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കള്ളക്കളി ഇതിൻ്റെ പിറകിലുണ്ട്. ഇത് സംബന്ധിച്ച് വിജിലൻസ് ചില അന്വേഷണങ്ങൾ നടത്തി പാതി വഴിയിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, ടൈറ്റിലും ഓണർഷിപ്പ് ഇപ്പോഴും സർക്കാരിൻ്റെ കൈവശം ഇരിക്കുമ്പോൾ ITDCക്ക് പോലും അത് നൽകിയിരുന്നില്ല. പിന്നീട് ITDC വിറ്റവർക്ക് അത് എങ്ങനെ ലഭിക്കും? അപ്പോൾ അത്തരം ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു സിവിൽ ഡിസ്പ്യൂട്ടിൽ പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയം ഇത്ര പെട്ടെന്ന് അതിൽ തീരുമാനമെടുക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല. കൊട്ടാരം സംബന്ധിച്ച കേസുകൾ വിവിധ സർക്കാരുകൾ നടത്തിയതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഇതിലെ കള്ളക്കളികൾ മനസ്സിലാക്കാൻ കഴിയും. വൻകിടക്കാർക്ക് ഇതൊക്കെ വിട്ടുകൊടുക്കുമ്പോൾ ഭരണക്കാരും പ്രതിപക്ഷവും തമ്മിൽ അഭിപ്രായ വ്യത്യാസവും ഇല്ല. കോടതിയിൽ സർക്കാർ എന്നും തോറ്റുകൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ പിന്നിലെ ഗൂഢാലോചനകൾ പുറത്തുകൊണ്ടുവരാൻ ഭരണകൂടങ്ങൾ തയ്യാറാകാത്തതിന്റെ കാരണം അന്വേഷിച്ച് അധികം മെനക്കെടേണ്ട ആവശ്യവുമില്ല. എല്ലാം ഇപ്പോൾ പകൽ പോലെ വ്യക്തമാണ്. ഇതിനുശേഷം AG തന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മാറ്റി എഴുതാൻ നിർബന്ധിക്കപ്പെടുകയാണ് ചെയ്തത്. ഇത് സംബന്ധിച്ച് VS അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് മുൻപുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും. അപ്പോൾ ഈ കൊട്ടാരം ഈ സ്വകാര്യ വ്യക്തിക്ക് നൽകാൻ നടക്കുന്ന ഗൂഢാലോചന, AG തൻ്റെ തീരുമാനം മാറ്റി എഴുതാൻ ഘടകവിരുദ്ധമായൊരു തീരുമാനം ഒപ്പീനിയൻ നൽകാനുണ്ടായ സാഹചര്യം, ഇതെല്ലാം അന്വേഷിക്കണമെന്ന് മുൻകൂട്ടി തന്നെ VS ആവശ്യപ്പെട്ടതാണ്. ഇതിൽ സംസ്ഥാന സർക്കാരിന് ഏറ്റവും വലിയ വീഴ്ച പറ്റിയത് 1970 ഈ ലാൻഡ് ഹാൻഡ് ഓവർ ചെയ്തപ്പോൾ കർശനമായ കണ്ടീഷൻസ് വെക്കണമായിരുന്നു പ്രൈവറ്റൈസേഷനെതിരായത് ഉൾപ്പെടെ. അത് സംസ്ഥാന സർക്കാർ 1970 ശേഷം ഇങ്ങോളം ഭരിച്ച ഒരു മുന്നണിയും ചെയ്തില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു വിൽപ്പനയ്ക്ക് നടപടി എടുക്കുമ്പോഴെങ്കിലും ഇതിനെ എതിർക്കുകയും അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യേണ്ടതായിരുന്നു. അതും ചെയ്തില്ല. ബേസിക്കായി അവിടുത്തെ വിഷയം എന്ന് പറയുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വിൽപ്പനയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വിൽപ്പന കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്നിടത്തോളം കാലം ഇതുണ്ടാവും. അത് കേരള ഗവൺമെൻറ്റിന് തന്നെയല്ല, ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനെ എന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിയുന്ന കാര്യമല്ല. പാർലമെൻറ്റിൽ അതിനെതിരായിട്ട് നിയമപരമായി ജനാധിപത്യപരമായി പാർലമെൻറ്റിൽ ഗവൺമെൻറ്റിൻ്റെ ഇത്തരം നിലപാടുകളെ എതിർത്ത് തോൽപ്പിക്കുകയാണ് വേണ്ടുന്നത്. മുതലാളിമാരെ മാറ്റി നിർത്തേണ്ടതില്ല എന്ന കാര്യത്തിൽ കേരളത്തിലെ പ്രതിപക്ഷത്തിനും അഭിപ്രായ വ്യത്യാസമില്ല. ഇക്കുറിയുണ്ടായ തീരുമാനം വന്നതിന് പിന്നിലെ വഴികളെക്കുറിച്ചും ആരോപണങ്ങൾ അന്തരീക്ഷത്തിലുണ്ട്. മക്കളെ രാഷ്ട്രീയത്തിൽ ഇറക്കാതെ ഇതുപോലെ ഏതെങ്കിലുമൊക്കെ മുതലാളിമാരുടെ സ്ഥാപനങ്ങളിൽ ജോലിക്ക് കയറുക, അവർ വളരെ പെട്ടെന്ന് വലിയ സ്ഥാനങ്ങളിലെത്തുക, ഇതെല്ലാം നഗ്നമായ അഴിമതിയല്ലേ. അഴിമതി ഇപ്പോൾ നടക്കുന്നത്, ഇവിടെ നടക്കുന്ന ഫേവറിന് ഉപകാരം പറ്റുന്നത് ഗൾഫിലാണ്, മക്കൾക്ക് ഓഹരികൾ നൽകിക്കൊണ്ടാണ്. ഇതൊക്കെ വളരെ വ്യക്തമാണ്.
കേരള ഹൈക്കോടതിയിലെ ഏതെങ്കിലും ജഡ്ജിയുടെ മക്കളോ അടുത്ത ബന്ധുക്കളോ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ കേസ് വന്നാൽ സാധാരണ ജഡ്ജിമാർ ആ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ നിന്ന് പിൻവാങ്ങും. അവർ ആ കേസ് കേൾക്കുകയില്ല. അടുത്ത ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ ഒന്നും കേസ് കേൾക്കില്ല. ശ്രീ പിണറായി വിജയൻ്റെ മകൾ ജോലി ചെയ്തിരുന്നത് രവി പിള്ള ഗ്രൂപ്പിൻ്റെ കമ്പനിയുടെ CEO ആയിട്ടാണ്. സ്വാഭാവികമായിട്ടും ആ കമ്പനിയെ സംബന്ധിച്ച് ഒരു തീരുമാനമെടുക്കാൻ ക്യാബിനറ്റിൽ വരുമ്പോൾ അദ്ദേഹം ആ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളത് സ്വാഭാവിക നീതിയുടെ ഭാഗമാണ്. അതിന് പകരം റവന്യൂ വകുപ്പ് മന്ത്രി പോലും പങ്കെടുക്കാത്തൊരു ദിവസം പ്രത്യേക അജണ്ട വെച്ച് ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുകയും ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രി തന്നെ ഈ ചർച്ചയ്ക്ക് ഇനീഷ്യേറ്റീവ് എടുക്കുകയും അദ്ദേഹം ഇതിൽ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ പങ്കാളിയാവുകയും ചെയ്തു. ഇത് രവി പിള്ള ഗ്രൂപ്പിനെ അനാവശ്യമായും നിയമവിരുദ്ധമായും സഹായിക്കാനാണ് എന്ന് ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ സാധാരണക്കാർ വിശ്വസിക്കുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഇതൊന്നും ഗവൺമെൻറ് നേരിട്ട് ചെയ്യുമ്പോൾ ഒന്നും ഫലപ്രദമാവാറില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ അധീനത്തിലുള്ളതാണ് ആലുവ പാലസ്. നല്ല ഇതാണ്, ഗസ്റ്റ് ഹൗസാണ്, കർണായ സ്ഥലത്താണ്. മഹാമോശമാണ് അതിൻ്റെ മാനേജ്മെൻറ്റ്. അപ്പോൾ അങ്ങനെ നടത്തിയിട്ട് കാര്യമില്ല. സർക്കാർ ചെയ്താൽ നന്നാവില്ലെങ്കിൽ പിന്നെ മുതലാളിക്ക് കൊടുക്കുന്നത് തന്നെയല്ലേ നല്ലത് എന്ന ചോദ്യം വരുന്നത് ജനങ്ങൾ തിരഞ്ഞെടുത്തവരിൽ നിന്നാണ്. രാഷ്ട്രീയക്കാർ അവരെല്ലാം ഒരേ തൂവൽ പേറുന്നവർ ആകുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്തരം കാര്യങ്ങൾ വാർത്ത പോലുമാകാത്ത കാലം അതിവിദൂരത്താകില്ല. നമുക്കറിയാവുന്നൊരു കാര്യം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. വെറും സാമ്പത്തികം മാത്രം നോക്കിയിട്ടല്ല പ്രാക്ടീസ് കൊടുക്കുന്നത്. കോഴിക്കോട്ടെ ചക്കിട്ടപ്പാറ എന്ന മലയോര ഗ്രാമം ലോക കായിക ഭൂപടത്തിൽ ഇടം പിടിച്ചതിൻ്റെ കഥയാണ് ഇനി. കരിമ്പനക്കുഴിക്കൽ പീറ്റർ എന്ന കായിക പരിശീലകൻ്റെ വിജയകഥ കൂടിയാണ് ഇത്. ഇത് കരിമ്പനക്കുഴിക്കൽ പീറ്റർ. ചക്കിട്ടപ്പാറ എന്ന മലയോര ഗ്രാമത്തെ ലോക കായിക ഭൂപടത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ കായിക പരിശീലകൻ. ജിൻസൺ ജോൺസൺ എന്ന കായിക താരത്തെ ചക്കിട്ടപ്പാറ എന്ന മലയോര ഗ്രാമത്തിൽ നിന്നും കണ്ടെത്തി വളർത്തിയെടുത്തത് ഈ പരിശീലകനാണ്. റിയോ ഒളിമ്പിക്സിലെ ട്രാക്കിൽ ജിൻസൺ കുതിച്ചതിനു പിന്നിലെ കരുത്തും ഈ മനുഷ്യൻ തന്നെ. അന്തർദേശീയ താരങ്ങളായ നയന ജെയിംസ്, ജിബിൻ സെബാസ്റ്റ്യൻ, ദേശീയ താരങ്ങളായ സച്ചിൻ ജെയിംസ്, അമൽ TJ, പീറ്ററുടെ പരിശീലനത്തിൽ വളർന്ന താരങ്ങളുടെ പട്ടിക നീളുകയാണ്. അമൽ TJ, സുബിൻ ലാൽ, ഇവർ രണ്ടുപേരും ഇങ്ങനെ എൻ്റെ വീടിൻ്റെ താഴ്ത്തുകൂടി സ്കൂൾ മീറ്റും കഴിഞ്ഞ് ജില്ലയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോകും. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇനി സ്റ്റേറ്റേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് കഴിഞ്ഞാൽ പ്രാക്ടീസൊന്നുമില്ലേ? സ്കൂൾ മീറ്റോടുകൂടി സാധാരണ നമ്മുടെ സ്കൂളിൻ്റെ ഉത്തരവാദിത്വം കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്കിങ്ങനെ ചെയ്യാം. ബാങ്ക് ഉദ്യോഗസ്ഥനായ പീറ്റർ മക്കളായ സ്റ്റെഫിക്കും ബിനുവിനും പരിശീലനം കൊടുത്തുകൊണ്ടാണ് ഈ രംഗത്തേക്ക് വരുന്നത്. ഇരുവരെയും ദേശീയ താരങ്ങളാക്കിയതോടെ പീറ്ററുടെ അടുത്തേക്ക് കുട്ടികളും എത്തിത്തുടങ്ങി. ഒരു പ്രതിഫലവും വാങ്ങാതെയായിരുന്നു പരിശീലനം. ചക്കിട്ടപ്പാറ പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ രാവിലെ 6-ന് തുടങ്ങും പരിശീലനം. എനിക്ക് ചെറുപ്പം മുതലേ താല്പര്യമുള്ളൊരു ഫീൽഡായിരുന്നു. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന, അത്രയും ചെറിയ ക്ലാസ്സിൽ തന്നെ ഞാൻ എൻ്റെ ചേട്ടന്മാരുടെ കൂടെ കുളത്തൂർ സ്കൂളിൽ മീറ്റ് നടക്കുമ്പോഴും, ഞാൻ കുളത്തൂർ സ്കൂളിലാണ് പഠിച്ചത്. കുളത്തൂർ സ്കൂളിൽ മീറ്റ് നടക്കുന്ന സമയത്ത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ചേട്ടന്മാരുടെ മീറ്റ് കാണാനും അവരുടെ കൂടെ ഇങ്ങനെ പോവുകയായിരുന്നു. അതിൽ നിന്ന് വളർന്നു വന്ന ഒരു താല്പര്യമാണ്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് സ്പൈക്സ് അടക്കം വാങ്ങി നൽകുന്നതും ഈ പരിശീലകൻ തന്നെ. ഒപ്പം പരിശീലനത്തിനാവശ്യമായ മറ്റു ഉപകരണങ്ങളും. ഒടുവിൽ ഗ്രാമീൺ സ്പോർട്സ് അക്കാദമി എന്ന പരിശീലന കേന്ദ്രത്തിനും തുടക്കം കുറിച്ചു. ഇന്ന് 30-ലധികം കുട്ടികളാണ് കായിക സ്വപ്നങ്ങൾക്ക് നിറം പകർന്ന് ഈ പരിശീലകനൊപ്പം ഉള്ളത്. ചക്കടക്കാർക്ക് എല്ലാവർക്കും അറിയാം, പീറ്റർ വെറും സാമ്പത്തികം മാത്രം നോക്കിയിട്ടല്ല പ്രാക്ടീസ് കൊടുക്കുന്നത്. അതിൻ്റെ അപ്പുറം പീറ്ററിൻ്റെ ഇതിനോടുള്ള താല്പര്യവും, അതായത് പിന്നെ ഈ സ്പോർട്സിനോടുള്ള ഡെഡിക്കേഷനുമാണ് പുള്ളിക്ക് ആകെയുള്ള സമ്പാദ്യവും പിന്നെ ഇതിനകത്ത് നിന്ന് കിട്ടേണ്ട ഒരു സംഭവം. യാതൊരുവിധ പ്രതിഫലം പോലും ഇല്ലാതെയാണ് ഇവിടെ തികച്ചും പിന്നെ നിസ്വാർത്ഥമായ ഒരു സേവനമാണ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് വളരെ സന്തോഷമാണ്. കഠിനവും നിരന്തരവുമായ പരിശീലനം. അസാധ്യമായതൊന്നുമില്ലെന്ന് കുട്ടികളെ പറഞ്ഞ് പഠിപ്പിച്ച് കൈപിടിച്ചുയർത്തുമ്പോൾ ഈ പരിശീലകൻ പലതും സ്വപ്നം കാണുന്നുണ്ട്. ഒളിമ്പിക് മെഡൽ വരും നാളുകളിൽ ചക്കിട്ടപ്പാറയിലെത്തുമെന്ന് പീറ്റർ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ കരങ്ങളിൽ വിശ്വാസമർപ്പിച്ച് പരിശീലനത്തിലാണ് കുരുന്നുകളും. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ നന്നായിട്ട് തിരിച്ചറിയുന്നൊരു സ്ഥലമാണിത്. അപ്പോൾ പീറ്റർ സാറ് നന്നായിട്ട് കോച്ചിങ് തരുന്നുണ്ട്.
മറ്റുള്ള സ്ഥലങ്ങളിലേക്കാട്ടും നന്നായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഇപ്പോൾ വന്ന ആൾക്കാരാണ് ജിൻസൺ ചേട്ടായി, ഇപ്പോൾ നയന ചേച്ചി. നമുക്കറിയാവുന്നൊരു കാര്യം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല, അറിയാവുന്നൊരു കാര്യം. അത് നടക്കുന്ന കാലം വരെ ഞാൻ കുട്ടികളോട് പറയുന്ന ഏത് കാലത്തും പറയുന്നൊരു കാര്യമുണ്ട്. നടക്കുന്ന കാലം വരെ ഞാൻ ഗ്രൗണ്ടിലോ റോഡിലോ എവിടെയെങ്കിലും ഉണ്ടാവും. വന്നാൽ മതി. ഈ ചുവടുകൾക്ക് പിന്നാലെ നടന്ന് നാളത്തെ കായിക കേരളത്തിന്റെ അഭിമാനങ്ങളാവാനാണ് ഇവരൊരുങ്ങുന്നത്. പ്രതികൂല സാഹചര്യങ്ങളോട് പടവെട്ടിയുള്ള പരിചയം മാത്രമാണ് ഇവർക്ക് കൈമുതൽ. ഈ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാകുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം. ഈ ലക്കം ബിയോണ്ട് ദ ഹെഡ്ലൈൻസ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം മീഡിയ 1-ൽ. നന്ദി, നമസ്കാരം.